ഹൃദയവയലുകളിലേക്ക് ചേർത്ത് വയ്ക്കുന്ന വചനവിത്തുകളുടെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷം. നോക്കിയേ, എവിടെയൊക്കെയാണ് വചനവിത്തുകൾ വിതയ്ക്കേണ്ടതെന്ന് ഇന്ന് വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളുടെയൊക്കെ ഒരു വിചാരമുണ്ട്, നല്ല നിലമുള്ള ഹൃദയങ്ങളിലേക്കാണ് വചനവിത്ത് നൽകേണ്ടതെന്ന്. പലപ്പോഴൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ വചനം വ്യാഖ്യാനിച്ചിടുന്ന വീഡിയോകൾക്കൊക്കെ ചിലപ്പോഴൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നത് കാണാം. വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുന്നത് കാണാം. നോക്കി, നമ്മൾ വിചാരിക്കരുത് എപ്പോഴും ഈ വചനം എപ്പോഴും വസിക്കുന്നത് നല്ല ഇടങ്ങളിൽ മാത്രമല്ല. വചനവിത്ത് വിതയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് പാറമേലായിരിക്കാം, മുൾച്ചെടികൾക്കിടയിലായിരിക്കാം, വഴിയരികിലായിരിക്കാം. ആ വിത്തുകളൊക്കെ മുളച്ചു പൊന്തിയതായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഫലം നൽകാൻ സാധിച്ചില്ല. ഫലം നൽകാൻ സാധിച്ചത് നല്ല നിലത്ത് വീണ വിത്തുകൾക്കാണ്. നോക്കിയേ, നമുക്ക് ഫലം നൽകാൻ സാധിക്കണം. വചനം കേട്ടാൽ മാത്രം പോരാ, വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് ഫലം നൽകാൻ സാധിക്കുമ്പോഴാണ് ആ വചനത്തിന് വേര് മുളപ്പിക്കാനായിട്ട് നമ്മുടെ ഹൃദയവയലുകൾക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, നമുക്ക് വചനം വെറുതെ ഇരുന്ന് കേൾക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് പേര്. എവിടെയെങ്കിലുമൊക്കെ ഒരു വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇടം കൊടുക്കാൻ സാധിക്കുമ്പോൾ, ആ വചനത്തിന് മുളച്ചു പൊങ്ങാനുള്ള ഒരു ഭൂമിക നൽകുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വചനത്തിൽ വലിയ ആഴത്തിൽ വളരാനായിട്ട് സാധിക്കും. അപ്പോൾ വചനത്തിന് ഫലം നൽകാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് ഒരുക്കേണ്ടതായിട്ടുണ്ട്. 12 ശിഷ്യന്മാർക്ക് ഈശോ കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഉപമയാണ് ഈ വിത്തുകളുടെ ഉപമ. വിതക്കാരൻ വിതയ്ക്കുകയാണ്, അല്ലേ? എല്ലാ ഇടങ്ങളിലും വിതയ്ക്കുന്നുണ്ട്, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഫലം ലഭിക്കില്ല എന്ന് പറഞ്ഞ് വഴിയരികോ പാറപ്പുറമോ മുൾച്ചെടികൾക്കിടയിലോ ഒന്നും വിതയ്ക്കാതിരുന്നില്ല, വിതച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ മനസ്സിൻ്റെ ഇത്തരം സാഹചര്യങ്ങളിൽ അവയ്ക്ക് ഫലം നൽകാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കേൾക്കുന്ന വചനങ്ങൾക്ക് ആഴവും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ആ വചനങ്ങൾക്ക് നമുക്കൊരു ജീവൻ കൊടുക്കാൻ സാധിക്കുക. ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഫലം നൽകാൻ സാധിക്കട്ടെ. അങ്ങനെ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം നൽകുന്ന നല്ല ഫലദായകമായിട്ടുള്ള വിളഭൂമിയായി നമ്മുടെ ഹൃദയം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.